ശ്രീയുടെയും ജിഷ്ണേട്ടൻ്റെയും മാരേജാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം കാത്തിരുന്ന് അവർ ആ ദിവസം വന്നിരിക്കുകയാണ്. അവൾ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിച്ചു. ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായി. അവരുടെ ലവ് സ്റ്റോറി എനിക്കറിയില്ല, എന്നോട് പറയില്ല. ഞാനാണ് ഏക ചേച്ചി, അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഒക്ടോബറിൽ അവളെ കല്യാണം പറഞ്ഞു. പിന്നെ അത് സെപ്റ്റംബറിലേക്ക് ആക്കി. എല്ലാം പെട്ടെന്നായിരുന്നു. അവള് തന്നെ കണ്ടുപിടിച്ച് എന്താ പറയാ, ഒരു മേഡ് ഫോർ ഈച്ച് അവർ കാണാനൊക്കെ. പിന്നെ അവളുടെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ശ്രീകലേനെ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടേ അറിയുള്ളൂ. അവള് നമ്മുടെ വീട്ടിലെ അനിയത്തിക്കുട്ടിയാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടില് ചേട്ടൻ അനിയൻ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ അളിലിശൻ്റെ മക്കളാണ് നമ്മുടെ അനിയത്തിക്കുട്ടികളായിട്ട്. അതിൽ ശ്രീകല കുറച്ചും കൂടി അടക്കും ചിട്ടയും ഒക്കെയുള്ള നല്ല കുട്ടിയാണ്. അവളുടെ എല്ലാ കാര്യങ്ങളും നീറ്റാണ്. എല്ലാ സംസാരമായാലും ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ മക്കളുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ മൂത്ത ആളാണ് ശ്രീകലയായിട്ട് സെറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവർ ആൻറ്റീന്നാണ് വിളിക്കുക. അപ്പോൾ കുഞ്ഞാൻറ്റിയാണത്, കുഞ്ഞാൻറ്റി ലവറിനാണ് വിളിക്കുക. ശ്രീകലയായിട്ട് ഭയങ്കര സെറ്റാണ്, നല്ല കമ്പനിയാണ്, നല്ല രസമാണ്. അവളെ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവള് മുമ്പ് സങ്കടമുണ്ട്. തക്കടു, ഞങ്ങൾക്ക് തക്കടുവാണ്. ശ്രീകലയല്ല, തക്കടുവാണ്. തക്കടുവാണ്. ഞങ്ങൾക്ക് സ്വന്തം അനിയത്തിനെ പോലെയാണ്. അനിയത്തിയാണ്. പിന്നെന്താ, പിന്നെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോയ പോലെ ആയില്ലേ? കല്യാണം വേഗം കഴിഞ്ഞു. ഞങ്ങളുടെ സ്വന്തം അനിയത്തിനെ പോലെയല്ല, അനിയത്തിയാണ്. ഞങ്ങൾക്ക് മിസ് ചെയ്യും. എന്തായാലും മിസ് ചെയ്യും. അവള് പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യും. ശ്രീയും നന്നായിട്ട് മിസ് ചെയ്യും ആളെ. ശ്രീകല, അപ്പൊ ഞങ്ങൾ ശ്രീകല എന്ന് പറയണേക്കാളും കൂടുതൽ ശ്രീ എന്ന് വിളിക്കലാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ ഞങ്ങള് ആദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ആള് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറച്ചിങ്ങനെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല കമ്പനിയാണ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായി. ഞങ്ങളായിരുന്നു ആദ്യമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഗൗരി വന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു 3 പേര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ്, അങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് വന്നു. നല്ലൊരു കൂട്ടുകാരിയാണ്, എന്തും പറയാം. അതെ, ഞങ്ങൾക്ക് 3 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിയാം. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയാൻ പറ്റിയ നല്ലൊരു കൂട്ടുകാരിയാണ്. നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴേ ശ്രീൻ്റെ ഒപ്പം അവൾ അവിടെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. അപ്പൊ ഞങ്ങൾ ഇനി എല്ലാവരും കൂടെ കൂടുമ്പോ അവൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇനി വേണം അവളെ കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട്, ഇനി വേണം ഞങ്ങൾക്ക് കൈപിടിക്കാൻ. അതന്നെ. ഹാപ്പി ആയിട്ട്, അതെ, വളരെ വളരെ ഹാപ്പിയുള്ള ജീവിതമാവട്ടെ. ഇതുവരെയുള്ള എല്ലാ ദുഃഖങ്ങളും തീർന്നു. എൻ്റെ ചക്കര കുട്ടിക്ക് എല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് പോട്ടെ, എല്ലാം നന്നാവട്ടെ, കുഴപ്പമൊന്നുമില്ലാണ്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ്. ലൈഫ്.